യുഎസിനും പ്രസിഡന്റ് ട്രംപിനും ഇപ്പോൾ തിരിച്ചടികളുടെ കാലമാണ്. ജപ്പാന്റെ പ്രധാനമന്ത്രിയെ തന്റെ ഓവൽ ഓഫീസിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രസിഡന്റ് ട്രംപ് വീമ്പിളക്കിയത് യുഎസിന്റെ നേവിയുടെയും യുഎസിന്റെ എയർഫോഴ്സിന്റെയും വീരസാഹസിക കഥകളാണ്. We have the strongest military in the world. We have the best equipment. We make by far the best equipment. The other night, they had 114 rockets shot at a certain location. And out of 100 highly sophisticated rockets, out of 114 sophisticated rockets, every single one of them was shot down with our equipment. All our equipment. It's amazing, actually, how good it is. So we want to be sure, and it's a small price to pay to make sure that we stay tippy top. എന്നാൽ ട്രംപ് ഇത് പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ വലിയ തിരിച്ചടി യുഎസിന് നേരിട്ടിരിക്കുന്നു. യുഎസിന്റെ അഹങ്കാരമായ F-35 വിമാനം ഇറാൻ ആക്രമിച്ചിരിക്കുന്നു. യുഎസിന്റെ അഹങ്കാരമായ അത്യാധുനിക F-35 യുദ്ധവിമാനത്തെക്കുറിച്ച് ലോകത്തിനുണ്ടായിരുന്ന ധാരണകളെല്ലാം ഇറാൻ തിരുത്തി കുറിച്ചു. ഇറാൻ ദൗത്യത്തിനിടെ F-35 യുദ്ധവിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ടി വന്നു എന്ന് മാത്രമാണ് യുഎസ് സൈന്യം പ്രസ്താവനയിൽ അറിയിച്ചത്. എന്നാൽ സംഭവത്തെ അതീവ ഗൗരവത്തോടെ യുഎസ് കാണുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സംഭവത്തിൽ യുഎസ് ഔദ്യോഗികമായി അന്വേഷണം പ്രഖ്യാപിച്ചു എന്നാണ് റിപ്പോർട്ട്. ലോകത്ത് ഇതുവരെ മറ്റൊരു സൈന്യത്തിനും ചെയ്യാൻ കഴിയാത്തതാണ് ഇറാൻ ചെയ്തിരിക്കുന്നത്. അത് യുഎസിന് നൽകിയിരിക്കുന്ന ഞെട്ടൽ വളരെ വലുതാണ്. യുദ്ധത്തിന്റെ 3ാമത്തെ ആഴ്ചയാണ് അത് സംഭവിച്ചിരിക്കുന്നത്. ഇറാന്റെ കരുത്ത് ചോരുന്നു എന്ന് യുഎസ് ആരോപിക്കുന്ന സമയത്താണ് യുഎസിന്റെ ഏറ്റവും കരുത്തനായ F-35 യുദ്ധവിമാനത്തെ ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തിയത്. ഇത് യുഎസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അപമാനകരമാണ്, ആത്മവിശ്വാസം തകർക്കുന്നതാണ്. സൈനിക ശക്തിയിൽ തങ്ങളെ വെല്ലാൻ മറ്റാരുമില്ലെന്ന അഹന്തയാണ് ലോക പോലീസ് ചമയുന്ന യുഎസിന്. പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വീണ്ടും എത്തിയതോടെ ഈ അഹന്ത വർദ്ധിച്ചു. ആക്രമണങ്ങളും പിടിച്ചടക്കലുകളുമായി ട്രംപ് മുന്നോട്ടു പോകുന്നു. ഇറാനെ എതിരാളി എന്നല്ല, ഒരു രാജ്യമായി പോലും ട്രംപ് കണ്ടിരുന്നില്ല. വെനസ്വലയിൽ നടത്തിയതുപോലെ എളുപ്പത്തിൽ ഇറാന്റെ ഭരണം അട്ടിമറിക്കാമെന്നും അവിടെ യുഎസിന്റെ സാമന്ത രാജാവിനെ വാഴിക്കാമെന്നുമായിരിക്കണം ട്രംപ് കണക്കുകൂട്ടിയത്. തിടുക്കപ്പെട്ട് ഇറാനെ ആക്രമിച്ചതിന് പിന്നിലും വെനസ്വലൻ പ്രസിഡന്റ് മഡുറോയെ പുറത്താക്കിയ വിജയം സമ്മാനിച്ച ഉന്മാദത്തിലായിരിക്കും. എന്നാൽ ശരിക്കും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? യുഎസിന്റെ അഹങ്കാരമായ അത്യാധുനിക യുദ്ധവിമാനത്തെ പോലും ഇറാൻ ആക്രമിച്ചിരിക്കുന്നു. ലോകത്തിന് മുന്നിൽ ചൂട് നിൽക്കുകയാണ് പ്രസിഡന്റ് ട്രംപ്. വെറുമൊരു യുദ്ധവിമാനമല്ല F-35 ലൈറ്റ്നിംഗ് II. $10 കോടി ഇതിന്റെ വില. ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിലൊന്ന്. ലോകത്തിലെ ഏറ്റവും നൂതനമായ 5ാം തലമുറ യുദ്ധവിമാനം. ലോക്ഹീഡ് മാർട്ടിനാണ് നിർമ്മാതാക്കൾ. സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയാണ് ഈ വിമാനത്തിന്റെ പ്രത്യേകത. റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ശത്രുവിനെ ആക്രമിക്കാനുള്ള ശേഷി ഇതിനുണ്ട്. ഇറാന്റെ അതിർത്തിയിൽ വെച്ചാണ് F-35 യുദ്ധവിമാനത്തിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായത്. ആക്രമണം ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് സ്ഥിരീകരിച്ചു. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും IRGC പുറത്തുവിട്ടു. പ്രാദേശിക സമയം പുലർച്ചെ 2:50 സംഭവം. യുദ്ധവിമാനത്തിന് കനത്ത നാശനഷ്ടങ്ങൾ ആക്രമണത്തിന്റെ ഫലമായി ഉണ്ടായെന്നും IRGC പ്രസ്താവനയിൽ അവകാശപ്പെട്ടു. US F-35 യുദ്ധവിമാനം ഇറാനിൽ യുദ്ധദൗത്യത്തിനിടെ അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ടി വന്നുവെന്നാണ് US സെൻട്രൽ കമാൻഡ് വക്താവിന്റെ വിശദീകരണം. മധ്യേഷ്യയിലെ ഒരു സൈനിക താവളത്തിൽ വിമാനം സുരക്ഷിതമായി ഇറക്കിയെന്നും പൈലറ്റ് സുരക്ഷിതനാണെന്നും US സെൻട്രൽ കമാൻഡ് പറയുന്നു. വിമാനം അടിയന്തരമായി ഇറക്കാനിടയായതിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം പുരോഗമിക്കുന്നതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ അവകാശവാദങ്ങൾക്ക് ബലം നൽകുന്നതാണ് US സെൻട്രൽ കമാൻഡിന്റെ പ്രസ്താവന. ആദ്യമായാണ് യുഎസിന്റെ ഒരു യുദ്ധവിമാനം ഇറാൻ വിജയകരമായി ആക്രമിക്കുന്നത്. അതും യുഎസിന്റെ കരുത്തെന്ന് വിശേഷിപ്പിക്കാവുന്ന അത്യാധുനിക സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനം. നിലവിൽ യുഎസും ഇസ്രായേലും ഉപയോഗിക്കുന്ന ഏറ്റവും ആധുനികമായ യുദ്ധവിമാനവും ഇതുതന്നെ. ഏറ്റവും കരുത്തനെ തന്നെ ആക്രമിച്ചിരിക്കുകയാണ് ഇറാൻ. യുഎസിന് ഈ സംഭവം ഉണ്ടാക്കുന്ന ഞെട്ടൽ ചെറുതല്ല. ഇറാന്റെ കരുത്തിനെ വില കുറച്ച് കാണാനാവില്ല എന്ന് തന്നെയാണ് ഈ സംഭവം നൽകുന്ന സൂചന. യുഎസിന്റെ കരുത്തനായ F-35 യുദ്ധവിമാനത്തെ വിജയകരമായി ലക്ഷ്യമിടാനുള്ള ഇറാന്റെ കഴിവ് ഈ സ്റ്റെൽത്ത് വിമാനത്തിന്റെ ശേഷിയെക്കുറിച്ച് നിരവധി ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. പരാജയ കാരണങ്ങളും സാഹചര്യങ്ങളും യുഎസ് സൈന്യം അന്വേഷിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു.